പ്ലസ് ടു മാത്സ് എക്സാം ആണ് വിഷയം. പ്ലസ് ടു മാത്സ് എക്സാം വളരെയധികം ടഫാണെന്നും കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു എന്നും ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചു എന്നെല്ലാമാണ് പല ആളുകളും പറയുന്നത്. അതിന് പല അധ്യാപകരുണ്ട്. അപ്പോൾ ഒരു അധ്യാപകന്റെ ക്ലെയിം നമുക്ക് ആദ്യം കണ്ടുകൊണ്ട് തുടങ്ങാം. ഞാൻ രാവിലെ കണ്ടൊരു വീഡിയോ ആണ്. ഇത് വല്ലാത്ത ചതിയായി പോയി. പ്ലസ് ടു മക്കളോട് ഗവൺമെന്റ് ചെയ്തത് വല്ലാത്ത ചതിയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? കുട്ടികൾ ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച പ്ലസ് ടു മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ എക്സാമിന്റെ യാതൊരു തരത്തിലുള്ള പാറ്റേണിലും അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വന്നിരിക്കുന്നത്. അതുപോലെ ഇത്തരം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും വർക്ക്ഷീറ്റുകളോ ക്വസ്റ്റ്യൻ ബാങ്കുകളോ നേരത്തെ ഗവൺമെന്റ് തരണമായിരുന്നു. ഇതൊന്നും തരാതെ കുട്ടികളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ 20ാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട് കണ്ടോ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അതായത് സാറ് വളരെ രോഷാകുലനായിട്ട് പറയുന്നത് കുട്ടികളെ ചതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെങ്കിൽ ഇതിനെന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കോ വർക്ക്ഷീറ്റോ ആദ്യമേ തരണമായിരുന്നു. സാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിന്റെയോ വർക്ക്ഷീറ്റിന്റെ പേരെന്താണ്? അതാണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ CBSE ആവട്ടെ ഒരേ ടെക്സ്റ്റ് ബുക്ക് NCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ കൃത്യമായിട്ട് 1 മുതൽ 20 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? NCERTയുടെ ഏത് എക്സസൈസിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യം ഓരോ സബ് ക്വസ്റ്റ്യൻ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ ചോദ്യത്തിന്റെ സോഴ്സ് നോക്കിയേ, NCERTയുടെ പേജ് നമ്പർ അടക്കം എക്സസൈസ് 3.2, എക്സാമ്പിൾ 1, എക്സസൈസ് 1.1, അതേപോലെ തന്നെ എക്സസൈസ് 7.9. ചിലതെല്ലാം NCERTയുടെ സോൾഡ് എക്സാമ്പിൾ നേരിട്ടാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും NCERTയിൽ നിന്ന് എവിടുന്നാ വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എക്സാക്ട് മാച്ച് അതേപോലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യവും എക്സാക്ട് മാച്ച് ആയിട്ട് വരുമെന്ന് ഏത് പരീക്ഷക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ പരീക്ഷ നമ്മൾ നോക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിൽ നിന്ന് കൃത്യമായിട്ട് വന്ന ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഞാൻ തന്നെ മാപ്പ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഞാൻ XNYയുടെ JEE പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം തന്നെ ഈ JEE പ്രോഗ്രാമിൽ ചെയ്യുന്ന എന്താ? JEE പ്രോഗ്രാമോ കീം ക്വസ്റ്റ്യൻസോ ചെയ്യുന്നതിന് മുമ്പ് NCERT സോൾവ് ചെയ്യാന്നുള്ള ആദ്യം ചെയ്യുന്നത്. കാരണം NCERT ആണ് ഈ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് ലെവൽ ചെയ്യേണ്ടത്. അവർക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും NCERT ചെയ്യണം. അപ്പൊ NCERT ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ സാർ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഏതൊരു ക്വസ്റ്റ്യൻ ടാൻജന്റിന്റെ ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഔട്ട് ഓഫ് സിലബസ് ആണ്. അല്ല, ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്നുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ടാൻജന്റ് എന്താണ്, സ്ലോപ്പ് എന്താണെന്നുള്ളത് എല്ലാ കുട്ടികളും അവർ 10ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യനും ആക്ച്വലി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇനി ചില അധ്യാപകർ പറയുന്ന എന്താ? ചില അധ്യാപകർ വേറെ പറയുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് കേട്ടു നോക്കാം. എക്സാമിന്റെ കേസ്, മോഡൽ എക്സാം എന്തിനായിരുന്നു നടത്തിയത് എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമാണ്. മോഡൽ മാതൃകാ പരീക്ഷ എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് മുന്നോടിയായി കുട്ടികൾക്ക് പ്രിപ്പറേഷൻസ് നടത്താനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള എക്സാം ആയിരുന്നു. അത് നല്ല രീതിയിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കിട്ടും. മോഡൽ മാത്സ് എക്സാമിന്റെ കേസ് നോക്കിയാൽ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാ. ഏറ്റവും ഈസി ആയിട്ടുള്ള യൂണിറ്റ് എക്സാമിന്റെ ലാഘവം പോലും ഇല്ലാത്ത എല്ലാ ചാപ്റ്ററിനെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച ഒരു എക്സാം ആയിരുന്നു. കുട്ടികൾ അത് കണ്ട് കോൺഫിഡൻസിന്റെ പുറത്ത് അതേ മോഡലിലെ മാത്സ് എക്സാം എളുപ്പമായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. എന്തിനായിരുന്നു ആ മോഡൽ എക്സാം നടത്തിയത്? അതൊരു പ്രാങ്ക് എക്സാം ആയിരുന്നില്ല സത്യത്തില്. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണം? ഈ മോഡൽ എക്സാമും ബോർഡ് എക്സാമും തമ്മിലുള്ള ബന്ധം ഞാനൊരു റീൽ ഇട്ടപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിന്റെ റിയാലിറ്റി, വെറുതെ വീണ്ടും എന്നെ ചീത്ത പറയാം, ഇതിന്റെ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കണം. എന്താണ് മോഡൽ എക്സാം? മോഡൽ എക്സാം എന്നുള്ളത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിന്റെ ഒരു ടെസ്റ്റ്, നിങ്ങളുടെ റിവിഷൻ ഒക്കെ ശരിയാണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ്. മോഡൽ എക്സാമിന്റെ അതേ പാറ്റേണിൽ തന്നെ ബോർഡ് എക്സാം വേണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് മോഡൽ എക്സാമിന്റെ ചോദ്യങ്ങൾ അതേപോലെ ബോർഡ് എക്സാമിന് ചോദിക്കാനോ അല്ല. അതിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫ് ആയത് ചിലത് ചോദിക്കാം, ഈസി ആയത് ചിലത് ചോദിക്കാം. അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഇതൊക്കെ കുട്ടികളെ കുറെ ഇമോഷണലി അപ്പീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ മോഡൽ എക്സാം ടഫ് ആയാൽ അപ്പം ഞാൻ പഠിക്കും, ടഫ് ആയത് പഠിക്കും, മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് ഞാൻ ഈസി ആയത് മാത്രമേ പഠിച്ചുള്ളൂ എന്ന് പറയുന്നത് എന്തൊരു ലോജിക്കില്ലായ്മയാണ്, എന്തൊരു ഫൂളിഷ്നെസ് ആണ്. എന്തുകൊണ്ടാണ് അധ്യാപകർ വരെ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് എന്ത് ചെയ്യുന്നത്, ഒരുക്കുന്നത്? ഇനി നമുക്ക് മോഡൽ എക്സാമും ബോർഡ് എക്സാമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. മോഡൽ എക്സാമിലും ബോർഡ് എക്സാമിലും 20 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലിയർലി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, രണ്ടിലും 20 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. മാർക്കൊക്കെ സെയിം ആണ്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. ഇനി അതിന്റെ ഒരു സ്ട്രക്ചറിൽ മാറ്റമുണ്ടോ? റൈറ്റ്, ഇതിൽ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ, ഐഡന്റിക്കൽ ഫോർമാറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഓരോ ക്വസ്റ്റ്യനും NCERT നിന്ന് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? സോൾഡ് എക്സാമ്പിളിൽ നിന്ന് 27% വന്നെങ്കിൽ അത് 16% വന്നിട്ടുള്ളൂ. റൈറ്റ്, ഇതാണ് ഡിഫറൻസ് എന്നുള്ളത്. എക്സസൈസിൽ നിന്ന് 57% വന്നതിന് പകരം 71% വന്നിട്ടുണ്ട്. അതായത് സോൾഡ് എക്സാമ്പിൾസിന് പകരം എക്സസൈസിലോട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാറി. അപ്പോൾ സോൾഡ് എക്സാമ്പിൾസ് മാത്രം പോരാ, എക്സസൈസ് കൂടി പഠിക്കണം. അത് ഒരു കുട്ടിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ എക്സാക്ട് NCERT മാച്ചസ് നോക്കുക. ബോർഡ് എക്സാമിന് 5 ക്വസ്റ്റ്യൻസ് ആണ് എക്സാക്ട് ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചതെങ്കിൽ പബ്ലിക് എക്സാമിന്
മോഡൽ എക്സാമിന് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിൽ പബ്ലിക് എക്സാമിന് 7 ക്വസ്റ്റ്യൻസ് എക്സാക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാച്ച് ചെയ്യുന്ന വാല്യൂസ് മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്? അപ്പോൾ ഇവിടെ എന്നുള്ളത് എന്താണ്, ഇവിടെ ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ ആക്ച്വലി ബോർഡ് എക്സാമിൽ എക്സസൈസസ് കുറച്ചുകൂടി ചോദിച്ചു, NCERT ഉള്ള ക്വസ്റ്റ്യൻസിനെ കുറച്ചുകൂടി ചോദിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ ബോർഡ് എക്സാമിൽ എന്തോ ഒരു എന്താണ് മോഡൽ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയൊരു സംഭവം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ആ ക്ലെയിം ഒക്കെ വെറുതെ നമുക്ക് ഒരു ക്ലെയിമിന് വേണ്ടി ഒരു ലോജിക്കും ഇല്ലാത്ത, ഒരു ഡാറ്റ ബാക്ക്ഡും അല്ലാത്ത വാദമാണ്. ഇനി ചില കോൺസ്പിറസി തിയറീസുമായിട്ടും ചില അധ്യാപകർ വരുന്നുണ്ട്. ഈ കോൺസ്പിറസി തിയറി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ മാത്സ് എക്സാം ടഫ് ആയത്. അപ്പൊ കേരളത്തിൽ ഉടനീളമുള്ള കുട്ടികൾക്ക് എക്സാം ടഫ് ആണല്ലോ, അതുകൊണ്ട് എന്താ കുഴപ്പം, കുട്ടികൾ നേരത്തെ പഠിക്കണമായിരുന്നു എന്നുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോധപൂർവമുള്ള ഒരു ചതി ഇതിലുണ്ട്. ഇവിടെ ഒരു ബോധപൂർവമായ ഒരു ചതിയുടെ ഭാഗമായിട്ടാണ് ബോർഡ് എക്സാം ടഫ് ആക്കിയിട്ടുള്ളത് എന്നാണ് സാറ് പറയുന്നത്. റൈറ്റ്? എന്തായിരിക്കും ആ ചതി? അത് സാറ് തന്നെ എന്ത് ചെയ്യട്ടെ, ഒന്ന് വിശദീകരിക്കട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CBSE സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പുറകോട്ട് പോകും. കാരണം സ്റ്റേറ്റ് സിലബസിൽ എന്തായാലും ഞാൻ പറഞ്ഞ വെയിറ്റേജ് നടക്കും. കാരണം ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ നോർമലൈസേഷൻ സ്കോർ ഇങ്ങനെ തന്നെ. പക്ഷേ CBSEൻ്റെ കേസിൽ പൊതുവെ ഫുൾ മാർക്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട്, ആ ടോപ്പേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നോർമലൈസേഷനിൽ വളരെ കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്തവർ പോലും ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങും. യെസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ ഇനി കീം എഴുതാൻ പോകുന്ന കുട്ടികളാണ്. ഈ കീം എഴുതാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ വലിയൊരു ചതി നടക്കും. അപ്പോൾ സാറിൻ്റെ ഒരു ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞുതരാം. കീമിൽ 5:3:2 എന്നുള്ള റേഷ്യോയിലാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ടാവുക. അപ്പോൾ മാത്സിനാണ് കൂടുതൽ വെയിറ്റേജ്. അപ്പോൾ കുട്ടികൾക്ക് മാത്സിന് മാർക്ക് കുറഞ്ഞാൽ അത് കീം എക്സാമിൽ എന്ത് ചെയ്യും, അത് അവരെ വളരെ ദോഷകരമായി ബാധിക്കും. അത് അദ്ദേഹം പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ കീം എക്സാമിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ടോട്ടൽ ടോപ്പേഴ്സിന്റെ എണ്ണമാണ് എടുക്കുക. സ്വാഭാവികമായിട്ടും CBSEയിൽ ടോപ്പേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ CBSEയിൽ എന്ത് ചെയ്യും, CBSEക്കാർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും. എനിക്ക് ആ ലോജിക്ക് തീരെ മനസ്സിലായില്ല. ഒന്നാമത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ CBSEയിലെ ഒന്ന് ഈ സ്റ്റാൻഡർഡൈസേഷനും നോർമലൈസേഷനും അക്രോസ് ബോർഡ്സ് CBSEയും സ്റ്റേറ്റും നോർമലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ടോപ്പേഴ്സിന്റെ എണ്ണം എടുക്കുന്നില്ല, ടോപ്പ് ആയിട്ടുള്ള ഒരാളാണ് എടുക്കുക. ഞാൻ ഈ വീഡിയോസിൽ, എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ നോർമലൈസേഷൻ എന്നുള്ളത്. അതിൽ ടോപ്പർ ആയിട്ട് ഒരാൾക്ക് 100 CBSEയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അയാളുടെ മാർക്ക് മാത്രമാണ് എടുക്കുക. അത് ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും 5 ആളാണെങ്കിലും ഇനി എല്ലാ സ്റ്റുഡൻസിനും കിട്ടിയാലും അത് അങ്ങനെയാണ് എടുക്കുക. സ്റ്റേറ്റ് സിലബസിലും അങ്ങനെ തന്നെ എടുക്കുക. അതുകൊണ്ട് ബേസിക്കലി ഏതെങ്കിലും ഒരു കുട്ടിക്ക് സ്റ്റേറ്റ് സിലബസിലോ CBSEയിലോ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ നോർമലൈസേഷൻ എന്നൊരു പ്രോസസ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് എന്ത് മാർക്കാണോ കിട്ടിയത് അതാണ് കീമിന് ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ സാറൊക്കെ പറയുന്നത് പോലെ എന്താണ്, ഇത് ടഫ് ആകുമ്പോൾ ഞങ്ങളുടെ കീം മാർക്കിനെ ബാധിക്കില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. ഇത് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. എല്ലാവരുടെയും കീം റാങ്കിനെ ഒരേപോലെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രശ്നമില്ലല്ലോ. കീം റാങ്ക് പോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ചോദ്യം വരും, ഇതിൽ CBSEക്കാർക്കെങ്കിലും എന്തെങ്കിലും അഡ്വാൻറ്റേജ് വരാനുണ്ടോ? ഇത് CBSE ലോബിയുടെ കളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ കാര്യങ്ങൾ കുറച്ചും കൂടി പഠിച്ചിട്ട് പറയണം. ഓക്കെ, എന്താണ് ഈ നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളതൊക്കെ ആദ്യം ടീച്ചർമാർ കുറച്ച് പഠിച്ചിട്ട് പറയണം. അല്ലാതെ എന്ത് ചെയ്യരുത്, ബ്ലണ്ടേഴ്സ് പറഞ്ഞിട്ട് കുട്ടികളെ പേടിപ്പിക്കരുത്, കുട്ടികളെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, അവരെ ഫിയറിലോട്ട് കൊണ്ടുപോകരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇതിൽ നോർമലൈസേഷൻ സാറ് പറഞ്ഞതുപോലെയല്ല സംഭവിക്കുന്നത്. ഒരു ടോപ്പറെ മാത്രമാണ് എടുക്കുക, എത്ര ടോപ്പേഴ്സ് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നേ ഇല്ല. ഇനി അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, CBSEക്കാർക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാകുമോ? ഉണ്ടാകും. എപ്പോൾ? CBSEയുടെ മാത്സ് എക്സാം ഈസിയർ ആണെങ്കിൽ. CBSEയുടെ മാത്സ് എക്സാം ഈസിയർ ആണ്, ഇതിനേക്കാളും വളരെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാകും. മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ CBSEയുടെ എക്സാം ടഫറും സ്റ്റേറ്റിന്റെ എക്സാം ഈസിയർ ആകുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് സ്റ്റേറ്റിന് ഉണ്ടായിരുന്നു. റൈറ്റ്? അതേപോലെ തിരിച്ചും ഉണ്ടാവാം. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത് നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ലിപ്പറ്റ് ഞാൻ എടുത്തതാ. ഇതെന്താണെന്ന് പറയുക, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ കണ്ടാൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ ഇങ്ങനത്തെ ഒരു മോഡലേ ഇല്ല. ഇത് കേസ് സ്റ്റഡിയാണ്. ഒന്നാമത്തേത് കേസ് സ്റ്റഡിയാണ്. ഓക്കെ. രണ്ടാമത്തത് ഇത് അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ്, അത്യാവശ്യം ടഫറാണ്. റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ മോഡൽസ് തന്നെ സ്റ്റേറ്റിലില്ല. CBSE ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഡയറക്റ്റ് കമ്പാരിസൺ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. CBSE എക്സാമിന് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 38 ക്വസ്റ്റ്യൻ ഓൾ കമ്പൽസറി ആണ്. സ്റ്റേറ്റ് എക്സാമിൽ 20 ക്വസ്റ്റ്യൻ നേരത്തെ കാണിച്ചല്ലോ, അതിന് 15 എഴുതിയാൽ മതി, ചോയ്സ് ഉണ്ടായിരുന്നു. എന്നാൽ CBSE എക്സാമിന് 38 ഓൾ കമ്പൽസറി ആണ്. റൈറ്റ്? ഓൾ കമ്പൽസറി ആണ്. 2 അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ട്, 3 കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി CBSE ബൈ ഓൾ മീൻ CBSE ഹെവിയർ ആണ്, ടഫർ ആണ്. അതുകൊണ്ട് തന്നെ CBSE സ്റ്റുഡൻസ് നിങ്ങളെ മുൻകടന്ന് പോകുന്നുള്ള യാതൊരു പേടിയും സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ട. കാരണം CBSE സ്റ്റുഡൻസിന് ഇതിനേക്കാളും ടഫ് ആയിട്ടുള്ള പേപ്പറാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി NCERT അലൈൻമെന്റ് നോക്കാം.
ഓക്കെ, 74%, റൈറ്റ്, 8% സോൾഡ് എക്സാമ്പിൾസ്, 16% സോൾഡ് എക്സാമ്പിൾസ് ആണ് എവിടെ ഉള്ളത്, സ്റ്റേറ്റിലുള്ളത്. 8% മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, 3% മിസലേനിയസ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റിലുള്ളത്. എക്സാക്ട് NCERT മാച്ചസ് രണ്ടിലും 7 ക്വസ്റ്റ്യൻസാ. ഇത് 38-ലാണ് 7, ഇത് ആക്ച്വലി 15, 20, നമുക്ക് 15 എടുക്കാം, എന്നാൽ 20-ലാണ് 7, 15 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് എന്നുള്ളതാണ്, റൈറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ ഡിഫിക്കൽറ്റി മോഡറേറ്റ് ടു ഹാർഡ് ആണ് CBSE ഇത്തവണത്തെ മാത്സ് എക്സാം. ഇത് മോഡറേറ്റ് ടു ഈസിയിലാണ് ബോർഡ് എക്സാം ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ നമ്മൾ വലിയ കോൺസ്പിറസി സിദ്ധാന്തമൊക്കെ വെച്ച് കുട്ടികളെ എന്ത് ചെയ്യുക, നമ്മൾ എന്തോ പേടിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ എന്തിനാണ്? ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഇമോഷണൽ അപ്പീലാണ്. ലോജിക്കിനപ്പുറം ഇതിങ്ങനെ ഇമോഷണലി. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എന്താ ക്വസ്റ്റ്യൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഒക്കെ വന്ന സാർമാർ പറയും, ഓ ഞങ്ങൾ തൂക്കി എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പോയാലോ, അയ്യോ ഗവൺമെന്റ് ചതിച്ചു എന്ന് പറയും, റൈറ്റ്. അപ്പൊ ഇത് വെറുതെ കുട്ടികളെ പേടിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. അത് ഒരു ഫിയർ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. പക്ഷെ ഇവിടെ ശരിക്കുള്ള ചില പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ മുന്നോട്ട് പോകാൻ. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്? അതൊരു യാഥാർത്ഥ്യമാണല്ലോ. കുട്ടികൾ വെറുതെ വന്നിട്ട് ടഫാണെന്ന് പറയില്ലല്ലോ. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇത് ടഫായിട്ട് ഫീൽ ചെയ്യുന്നു? അതിനുള്ള പ്രധാന റീസൺ എന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്ക് ആസ് സച്ച് നമ്മുടെ സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ പല അധ്യാപകർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഇതൊക്കെ പഠിപ്പിച്ചാൽ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഞങ്ങൾ തലേ ദിവസം ലൈവ് ക്ലാസ് കണ്ടാൽ പോരെ. അതായത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയായിട്ട് ഷിഫ്റ്റ് ചെയ്തതിന്റെ ഒരു ദുരന്ത ഫലമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുന്നത്. ചില ആളുകൾക്ക് പറഞ്ഞു JEE ക്വസ്റ്റ്യൻ പോലത്തെ ബോർഡ് എക്സാം, ഈ JEE എന്താന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? JEE എക്സാം ഒക്കെ കണ്ട ആൾക്കാർ ഇതിങ്ങനെയൊക്കെ പറയോ? JEEയുടെ സെഷൻ വേണം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എന്തൊരു ബ്ലണ്ടറാണ് ഈ പറയുന്നതൊക്കെ. പക്ഷെ അവിടെ റിയൽ പ്രോബ്ലം ഉണ്ട്. അതിന് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾ നോക്കിയേ, ഇത് എയ്സർ ആനുവൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടാണ് പ്രഥം എന്ന് പറയുന്ന ഒരു NGO നടത്തിയ 2024 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം ഗവൺമെന്റിൽ എത്രയാണ്? 31%. പ്രൈവറ്റിലോ 46%. ഗവൺമെന്റും പ്രൈവറ്റും കൂടി കൂട്ടിയാലോ 38%. ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കുട്ടികൾക്ക് പല ആളുകൾക്കും 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയില്ല. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളിൽ ഈ കുട്ടികളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈസി പേപ്പർ കൊടുത്തിട്ടും, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈസി മൂല്യനിർണ്ണയം കൊടുത്തിട്ടും, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റിയൽ മാത്സ് പഠിപ്പിക്കാതെയും നമ്മുടെ സ്കൂളുകൾ പലതും വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സിസ്റ്റം വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ദുരന്ത ഫലം കുട്ടികൾ, പാവങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ സ്കൂളുകളെ മാത്രം ആശ്രയിച്ച് സ്കൂൾ ടീച്ചർ ശരിയാണ്, നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ നിങ്ങളെ ശരിയായി പഠിപ്പിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ടീച്ചർക്ക് പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങളുടെ പല കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇതൊന്നും പറഞ്ഞു നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ്. പറഞ്ഞു നിന്നാൽ എന്താ സംഭവിക്കുക? പറഞ്ഞു നിന്നാൽ അതിന്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? IIT പ്രവേശനം മലയാളികൾ 1% മാത്രം. പത്രവാർത്തകളാണ്. ഡൽഹി കോളേജുകളിൽ കേരള സിലബസുകാർ 4-1 കുറഞ്ഞു. എന്താ കാരണം? CUET എന്ന് പറയുന്ന പരീക്ഷ വന്നു, നമ്മുടെ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ വയ്യ. കഴിഞ്ഞ തവണ നീറ്റ് പരീക്ഷ നടന്നു. ഡൽഹിയിൽ നിന്ന് ടോപ്പ് 100 17 ആൾക്കാരുണ്ട്, രാജസ്ഥാനിൽ 14 ഉണ്ട്, പഞ്ചാബിൽ നിന്ന് 9 ഉണ്ട്. കേരളം എവിടെ? കേരളമില്ല. കേരളത്തിൽ നിന്ന് ബിഗ് 0, ഒരാൾ പോലും ടോപ്പ് 100 വന്നിട്ടില്ല. നിങ്ങളെല്ലാവരും മെഡിക്കലായിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ സിസ്റ്റത്തിന്റെ അടിമകളായി പോയത്. നമ്മൾ കുറെ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പകരം നമ്മൾ നേരത്തെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നമ്മൾ ഒരുങ്ങണം, റൈറ്റ്? JEE എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും JEEക്ക് പോകണോ? അതൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ പല ആൾക്കാർ, ഇപ്പൊ കുറെ ആൾക്കാർ കമന്റ് വരും, എല്ലാവർക്കും ടഫായിട്ടുള്ള എക്സാം, എല്ലാവർക്കും JEEക്കൊക്കെ പോകാം. അങ്ങനെയൊന്നുമല്ല പറയുന്നത്. JEE ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് NCERT അറിയണം. നിങ്ങൾക്ക് +2 എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT അറിയണം, അല്ലേ? അപ്പൊ എവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. വലിയ സ്വപ്നങ്ങൾ കുട്ടികളെ നിങ്ങൾ കാണണം. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളെ എന്ത് ചെയ്യരുത്, എന്തെങ്കിലും ലിമിറ്റ് ചെയ്ത് വെക്കരുത്. പക്ഷെ ആ വലിയ സ്വപ്നങ്ങളോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് തുടങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ ഇത് കാണുന്ന പല ആൾക്കാരുണ്ടാവും. 11th കുട്ടികളാണോ നിങ്ങൾ ആലോചിച്ച് വെക്കുക. 11th കുട്ടികളാണോ? ഓരോരുത്തർക്കുള്ളത് ഞാൻ പറഞ്ഞുതരാം. 11th കുട്ടികളാണോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും 12th നിങ്ങൾ ഒരു NCERT ബേസ്ഡ് ആയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ JEEക്കൊന്നും ഇപ്പം നിങ്ങൾ പോയില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ NCERT ആയിട്ട് പഠിച്ചതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആവട്ടെ, റൈറ്റ്? ഇപ്പൊ 10th കഴിയുന്ന ആളുകളുണ്ടോ? 10th കഴിയുന്ന ആളുകൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങണം. CUT ആണെങ്കിൽ അങ്ങനെ, നീറ്റ് ആണെങ്കിൽ അങ്ങനെ, ഐസർ ആണെങ്കിൽ അങ്ങനെ, JEE ആണെങ്കിൽ അങ്ങനെ, ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ,
റൈറ്റ്. എന്നാൽ നിങ്ങൾ ഈ മാത്സ് ഇതിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എപ്പോഴും ഒരു ബോർഡ് എക്സാമിന്റെ മാർക്കിന് അപ്പുറം ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എഴുതണം, റൈറ്റ്. അത് ജെഇഒ നീറ്റോ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് അത് ഇന്റഗ്രേറ്റഡ് സ്കൂളോ അല്ലെങ്കിൽ എന്താ പറയാ ഇനി ഓൺലൈൻ കോച്ചിങ്ങോ ഓഫ്ലൈൻ കോച്ചിങ്ങോ ഇനി സെൽഫ് സ്റ്റഡിയോ എങ്ങനെയാണെന്ന് വേണ്ടിയില്ല, പ്ലാൻ ചെയ്ത് പഠിക്കണം. അതിനാരെങ്കിലും വന്ന് നമ്മൾ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല. നിങ്ങളൊരു ഹൈസ്കൂൾ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ മറ്റ് പല സ്റ്റേറ്റ്സിലെയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ കൂടെ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളും പ്രിപ്പറേഷൻ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് X&Y അടക്കമുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ളത്. ഈ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ക്വാളിറ്റിയുടെ പിറകെ പോകണം, റൈറ്റ്. അല്ലാതെ ഒരു ഇമോഷണൽ അപ്പീലിന് മാത്രം പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമില്ല, റൈറ്റ്. കുട്ടികൾ എന്താണ് നമ്മളെന്തോ ഒരു വിപ്ലവം ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇത് ലൈക്കും ഷെയറും കമന്റ് ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രിന്റെ അടുത്ത് എത്തിയാൽ ഇവിടെ എന്തോ സംഭവം നമുക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല. ലോജിക്കൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, റൈറ്റ്. അത് ഞാനിത് പുച്ഛിച്ച് പറയല്ല, നേരെ മറിച്ച് ഇതാണ് യാഥാർത്ഥ്യം. കാരണം അത് നടക്കാൻ മാത്രം ഒന്നും ഇതിലില്ല, ഒരു മാങ്ങാത്തൊലി ഇതിലില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത എന്നുള്ളത്. ഇതിനെ എന്തോ വലിയ സംഭവമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇമോഷൻസ് മാത്രം കത്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, റൈറ്റ്. അപ്പൊ അങ്ങനെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് X&Y പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യണം, ഇത്തരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, റൈറ്റ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ലോജിക്കലായിട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക, അല്ലാതെ ആരുടെയെങ്കിലും ഒരു ഇമോഷണൽ അപ്പീൽ അല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ ചിലപ്പോൾ കുറെ ബ്ലെയിം കിട്ടും. പക്ഷെ ആ ബ്ലെയിം ഏറ്റെടുത്താലും ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ട ആൾക്കാർ ഇപ്പോൾ വന്ന് പറയും സാറ് പറഞ്ഞത് അന്ന് സാറ് പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത്. ഓക്കെ, നിങ്ങളും പറയും ഒരു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ സാറ് പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത്. ഓക്കെ, അപ്പൊ കുറച്ച് ഹെയ്റ്റ് കിട്ടിയാലും ചില സത്യങ്ങൾ തുറന്നു പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനവുമായി മുന്നോട്ട് പോവുക. ഒരു വളരെ എന്താ പറയുക, ഇതുകൊണ്ട് നിങ്ങളുടെ കീമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് മനസ്സിലാക്കുക. അതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി മാർക്ക് കുറവാണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കുറവാണ്, അതും നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അത്രത്തോളം ടഫായിട്ടുള്ള പരീക്ഷയാണെന്ന് നമ്മൾ അതൊന്ന് ആലോചിക്കണം. അത്ര വലിയ ടഫായിട്ടുള്ള പരീക്ഷ ഒന്നും ഇത് NCERT ബേസ്ഡ് പരീക്ഷയാണ് വന്നിട്ടുള്ളത്. NCERT ബേസ്ഡ് പരീക്ഷയാണ് വന്നിട്ടുള്ളത്. അതിലെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ നമ്മൾ വലിയ ആലോചനകളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു. ടീച്ചേഴ്സിന് ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. പക്ഷെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സിസ്റ്റം നമ്മൾ എന്തോ ആക്കാൻ പോകുന്നു. ഇനി നിങ്ങൾ KTU പോകേണ്ട ആൾക്കാർ KTUന്റെ സിലബസ് ശരിയില്ലാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോളേജിൽ പോകേണ്ടതാ, കോളേജ് ശരിയല്ല എന്ന് പറയുന്നത് കാര്യമുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ ആലോചിക്കണം, നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ ചിന്തിക്കണം, അതിന് റൈറ്റ് മെന്റർഷിപ്പ് എടുക്കണം. ഒരു ഇമോഷണൽ ചാർജിങ്ങിന്റെ പിന്നാലെ പോവാതെ ലോജിക്കലായി തിങ്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിൽക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റൈറ്റ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റു വീഡിയോസുമായി കാണാം.